നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മാസപ്പടി കേസിലെ ഹൈക്കോടതി വിധി. മഴവിൽ സഖ്യത്തിന്റെ ആരോപണം തകർന്ന് തരിപ്പണമായെന്ന് MP ഗോവിന്ദൻ. തള്ളിയത് മാത്യു കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വെടി. സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം പാഴായിപ്പോയെന്നും പരിഹാസം. തളാപ്പിലെ ഓട്ടോ ഡ്രൈവർ സുധീന്ദ്രന്റെ പരാതി. ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് പരിഹാരം കാണുമെന്ന് മേയർ. പ്രതികരണം സിറ്റി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനാൽ. ഓൺലൈൻ പടക്കങ്ങൾക്ക് കടിഞ്ഞാണിടണം. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. പടക്കങ്ങൾ എത്തുന്നത് മറ്റ് പാർസലുകൾക്കൊപ്പം. നഷ്ടമാവുന്നത് കേരള സർക്കാരിന് ലഭിക്കേണ്ട GST വിഹിതം. വാർത്തകൾ വിശദമായി. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്ന് തരിപ്പണമായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനു പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു MP ഗോവിന്ദൻ. കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ തള്ളിയെന്ന് MP ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകളെന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു കുഴൽനാടന്റെ വാദം. കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതാ കാര്യം. അത് രാഷ്ട്രീയ നീക്കം പ്രേരിതമായിരുന്നോ? എല്ലാം രാഷ്ട്രീയല്ലേ, പിന്നെ രാഷ്ട്രീയമായിട്ട് ഒന്നും ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ UDFൻ്റെ BJPയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണം കൂടി തകർന്ന് തരിപ്പടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വേറൊന്നും ഇതിൽ പറയാനില്ല. വിധിക്ക് ശേഷം പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് മരിക്കുന്നവരെ പറയും. അതാ പറഞ്ഞത്. പിന്നെ തെളിവില്ലാണ്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ തെളിവില്ല എന്നുള്ളത് തന്നെ വളരെ വസ്തുതാപരമായ കാര്യമല്ലേ? തീർന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിൽ പഴശ്ശി ഡാം ഗാർഡൻ, വെളിയമ്പ്ര, മട്ടന്നൂർ സ്കൂൾ വേനൽ അവധിക്കാലം ലക്ഷ്യമിട്ട് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തതായി സംഘാടകർ അറിയിച്ചു. പഴശ്ശി ഡാം ഗാർഡൻ രാവിലെ മുതൽ രാത്രി 9 മണി വരെ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കും. പഴശ്ശി ജലാശയത്തിൽ ബോട്ടിംഗിനൊപ്പം ഫ്ലോട്ടിംഗ് ബോട്ടിംഗ് കൂടി ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. പഴശ്ശി ഡാം അവധിക്കാലത്ത് സന്ദർശകർക്ക് നവ്യാനുഭവമാണ് പകരുന്നത്. പഴശ്ശി ജലാശയത്തിൽ ബോട്ടിംഗിനോടൊപ്പം ഫ്ലോട്ടിംഗ് ബോട്ടിംഗ് ഈ വർഷത്തെ പുതുമയുമാണ്. കൂടാതെ വാട്ടർ റോളർ, വാട്ടർ സ്ലൈഡർ, റെയിൻ ഡാൻസ് ഉൾപ്പെടെ നിരവധി ജലവിനോദങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴശ്ശി ഡാം ഗാർഡൻ, പെറ്റ് സ്റ്റേഷൻ, അമ്യൂസ്മെന്റ്, സ്ലിപ്പ്, സൈക്കിൾ, റോപ്പ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസ് തുടങ്ങി 20-ൽ കൂടുതൽ റൈഡുകളും ഒരുക്കിയിട്ടുണ്ട്. 20-ൽ കൂടുതൽ റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ റൈഡുകൾ ഉപയോഗിക്കുന്നവർക്ക് 65% ഇളവോടുകൂടി പ്രത്യേക സമ്മർ ഫെസ്റ്റ് പാക്കേജ് ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമീണ ഭക്ഷണ രുചികളുടെ സ്റ്റാളുകൾ, പുസ്തകമേള, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സ്റ്റാളുകൾ എന്നിവയ്ക്ക് മുൻകൂട്ടി ബന്ധപ്പെടണം. ഫുഡ് ഫെസ്റ്റിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പഴശ്ശി ഡാം ഗാർഡൻ ആംഫി ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധങ്ങളായ ഇഷൽ സദ്യ, മാജിക് ഷോ, സിനിമാറ്റിക് ഡാൻസ്, നാടൻ പാട്ട് ഉൾപ്പെടെ സമ്മർ ഫെസ്റ്റിൻ്റെ ഭാഗമായി അരങ്ങേറും. കൂടാതെ ആംഫി തിയേറ്ററിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ കലാപരിപാടികൾ ആംഫി തിയേറ്ററിൽ അവതരിപ്പിക്കുവാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള എല്ലാ ഉദ്യാനങ്ങളും കനത്ത ചൂടിൽ വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ പഴശ്ശി ഡാം ഗാർഡനിൽ രാവിലെ മുതൽ രാത്രി 9 മണി മുതൽ തന്നെ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആംഫി ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം വിവിധങ്ങളായ ഇഷൽ സന്ധ്യ, മാജിക്, സിനിമാറ്റിക് ഡാൻസ്, നാടൻ പാട്ട് ഉൾപ്പെടെ സമ്മർ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറുന്നുണ്ട്. ആംഫി തിയേറ്ററിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PP സിദ്ദിഖ്, PR ദിൽന, മാനേജർ പ്രസാദ് എന്നിവരും പങ്കെടുത്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവ സംയുക്തമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് യാത്രയയപ്പ് നൽകി. പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം തന്നെ ഒരു പൊതുജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ പോലീസുകാരും ബന്ധപ്പെട്ടവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് സേവനലക്ഷ്യമായ സമയനിഷ്ഠവും പോലീസ് സർവീസിന് കഴിയില്ല. ദുരിതധാരികളായ പോലീസുകാർ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമെന്ന് സമൂഹം
എത്ര ആക്ഷേപങ്ങൾ എനിക്കെതിരായി ഉന്നയിച്ചാലും എല്ലാ സമൂഹത്തും എല്ലാ സാമൂഹ്യ ജീവിതത്തിലും ഇന്ന് കേരളം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിന് വർഗീയ ലഹളകൾ നിർമ്മാർജ്ജനം ചെയ്ത ക്രമസമാധാന പരിപാലനത്തിന് 1-ാം സ്ഥാനം കേരളത്തിന് എന്ന് പറയാൻ പറയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഇരിക്കുന്ന പോലീസുകാരായ സഹോദരന്മാരും കുടുംബങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പങ്കാളികളാണ് ഒരുപോലെ. നിങ്ങളൊക്കെ നടത്തിയുള്ള സമർപ്പണ ബോധം കൊണ്ടാണ് ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിന് 1-ാം സ്ഥാനം കേരളത്തിന് ഇന്ന് പറയിപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ, വളവട്ടണം എസ്.ഐ കെ ശൈലേന്ദ്രൻ, ട്രാഫിക് എസ്.ഐ സുനിൽകുമാർ, ചക്കരക്കല്ല് എസ്.ഐ എം സുധാകരൻ, കണ്ണൂർ സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് എസ്.ഐ വി കൃഷ്ണൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വിശിഷ്ടാതിഥിയായി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി.എ. ബിനുമോഹൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ സിറ്റി പോലീസ് കമ്മീഷണർ കെ.വി. വേണുഗോപാൽ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം കൃഷ്ണൻ, സംഘടനാ ഭാരവാഹികളായ സി.ആർ. ബിജു, വി. സിനീഷ്, പി.വി. രാജേഷ്, ഷൈജു മാച്ചാത്തി, കെ. രാജേഷ്, ടി. പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തളാപ്പ് ചെട്ടിപ്പീടികയിൽ ചെങ്ങിനിപ്പടി യു പി സ്കൂളിനായി നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥി വാർഷികാഘോഷവും പരിപാടിയുടെ ഭാഗമായി നടക്കും. AKG ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ചെങ്ങിനിപ്പടി യു പി സ്കൂൾ നിങ്ങൾക്കറിയാം, അവിടെ ചെറിയൊരു സ്കൂളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെ പല വികസനങ്ങളും റോഡ് വികസനം എല്ലാം വന്നതിന് ശേഷം ആ സ്കൂള് തീരെ സൗകര്യമില്ലാതായി മാറിയില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരമായി നമ്മൾ ഇതിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവരും ആലോചിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെട്ടിപ്പുഴയ്ക്ക് സമീപമുള്ള കീലേരി റോഡിൻ്റെ പരിസരത്തായിട്ട് നമ്മുടെ ചെങ്ങിനിപ്പടി സ്കൂള് പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. 3 നിലകളിലുള്ള ഒരു കെട്ടിടമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനും മറ്റു എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണ് ഈ ഏപ്രിൽ 3 ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് പരിപാടിയായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രി, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 1890 എൻ കൃഷ്ണപ്പണിക്കരാണ് സ്കൂൾ സ്ഥാപിച്ചത്. തളാപ്പിൽ കഴിഞ്ഞ 150 വർഷത്തിലേറെ പഴക്കമുള്ള ചെങ്ങിനിപ്പടി യു പി സ്കൂൾ ചെട്ടിപ്പീടികയ്ക്ക് സമീപമുള്ള 3 നില കെട്ടിടത്തിലേക്കാണ് മാറുന്നത്. ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനാകും. പ്രീ പ്രൈമറി ക്ലാസ് മുറി കെ.വി. സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷം സീനിയർ ആർട്ടിസ്റ്റ് സൂരജ് സൺ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥി വാർഷികാഘോഷവും പരിപാടിയുടെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ആർ. അനിൽകുമാർ, സ്കൂൾ മാനേജർ TV അജിതാകുമാരി, PC അശോകൻ, TV അനുരൂപ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മാസപ്പടി കേസിലെ ഹൈക്കോടതി വിധി. മഴവിൽ സഖ്യത്തിന്റെ ആരോപണം തകർന്ന് തരിപ്പണമായെന്ന് MP ഗോവിന്ദൻ. തള്ളിയത് മാത്യു കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വിടി. സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം പാഴായിപ്പോയെന്നും പരിഹാസം. തളാപ്പിലെ ഓട്ടോ ഡ്രൈവർ സുധീന്ദ്രന്റെ പരാതി. ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് പരിഹാരം കാണുമെന്ന് മേയർ. പ്രതികരണം സിറ്റി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനാൽ. ഓൺലൈൻ പടക്കങ്ങൾക്ക് കടിഞ്ഞാണിടണം. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. പടക്കങ്ങൾ എത്തുന്നത് മറ്റ് പാർസലുകൾക്കൊപ്പം. നഷ്ടമാവുന്നത് കേരള സർക്കാരിന് ലഭിക്കേണ്ട GST വിഹിതം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. തളാപ്പിലെ ഓട്ടോ ഡ്രൈവർ സുധീന്ദ്രന്റെ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയം ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സിറ്റി ന്യൂസ് നൽകിയ വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു മേയർ. പുതുതായി ഓട്ടോ പെർമിറ്റ് നൽകുമ്പോൾ ഹൌസ് പാർക്കിംഗ് എന്ന രീതിയിലാണ് നൽകി വരുന്നത്. ഇത് കോർപ്പറേഷനിലെ ഓട്ടോറിക്ഷകളുടെ ബാഹുല്യം കാരണമാണെന്നും മേയർ പറഞ്ഞു. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. സുധീന്ദ്രൻ പാർക്കിംഗ് സ്ഥലം അനുവദിച്ചു തരണമെന്ന് അപേക്ഷിച്ച് ഏറെക്കാലമായി അധികൃതരെ സമീപിക്കാൻ തുടങ്ങിയിട്ട് നവകേരള സദസ്സിലും ഗതാഗത മന്ത്രിക്കും അപേക്ഷയും സമർപ്പിച്ചു. എന്നാൽ ഒന്നിനും വ്യക്തമായ ഒരു മറുപടി ഇദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. വീട്ടിൽ നിന്നും പാർക്ക് ചെയ്ത് ഓട്ടോ ഓടിച്ചിട്ട് ചിലവുകൾക്ക് പോലും തികയുന്നില്ലെന്ന വാർത്ത സിറ്റി ന്യൂസ് നേരത്തെ നൽകിയിരുന്നു. ഈ വാർത്തയിലാണ് ഇപ്പോൾ മേയറുടെ പ്രതികരണം ലഭിച്ചത്. ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നേരത്തെ പാർക്കിംഗ് സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാവുന്ന എണ്ണവും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. ഇവിടെ പുതുതായി ഓട്ടോറിക്ഷ അനുവദിക്കുമ്പോൾ RTO അവിടെ കൊടുക്കുന്നത് ഹൗസ് പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയ ഉടനെ തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അവരെ തടയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ടൗൺ പെർമിറ്റ് എന്നൊരു സംവിധാനം നിലവിലില്ല എന്ന് വളരെ നേരത്തെ തന്നെ നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം രീതിയിൽ ടൗൺ പാർക്കിംഗ് എന്ന സംവിധാനം ഇവിടെ ചില ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ RTO സ്വാധീനിച്ചുണ്ടാക്കിയ സംവിധാനമാണ്. അത് നിയമവിധേയമല്ല എന്നുള്ളതാണ് ഇവിടെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന് KMC നമ്പറുമായി വെരിഫിക്കേഷൻ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെടുകയും അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 900-ഓളം ഒഴിവുകൾ നിലവിൽ KMC നമ്പർ വാങ്ങിയ ആളുകൾ ഡബിൾ എൻട്രികൾ ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ 900-ഓളം ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ ക്രമപ്പെടുത്തി നിലവിലുള്ള പാർക്കിംഗ് ഏരിയകളൊക്കെ ക്രമപ്പെടുത്തി അനുവദിക്കാവുന്ന KMC നമ്പറുകൾ അനുവദിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ KMC നമ്പറില്ലാത്ത അത് കോർപ്പറേഷൻ പരിധി താമസിക്കുന്ന അതിൽ കോർപ്പറേഷൻ്റെ പദ്ധതിയിൽ തന്നെ പെടുത്തി അനുവദിച്ച ഓട്ടോറിക്ഷകൾ, ഈ പറഞ്ഞ പുതുതായി അനുവദിച്ച ഹൗസ് പാർക്കിംഗ് പെർമിഷനുള്ള ഓട്ടോകൾ, ഇവർക്കൊക്കെ KMC നമ്പറുകൾ നൽകിക്കൊണ്ട് വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പുതുതായി ഓട്ടോ പെർമിറ്റ് നൽകുമ്പോൾ ഹൗസ് പാർക്കിംഗ് എന്ന രീതിയിലാണ് നൽകി വരുന്നത്. ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്നും മേയർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂർ കളക്ട്രേറ്റും അനുബന്ധ സിവിൽ സ്റ്റേഷനും ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. കളക്ട്രേറ്റ് അങ്കണത്തിലെ ആംഫി തിയേറ്ററിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നടത്തി. കളക്ട്രേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ K. വിജയൻ ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ഹരിത സ്ഥാപനം എന്ന ലക്ഷ്യം കണ്ണൂർ കളക്ട്രേറ്റ് സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരു ജീവന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് കണക്കെടുത്തുകൊണ്ട് മാനുഷികമായ വികാരങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഒരു ബഹുമതി കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിച്ച് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളിൽ അത് ആ വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നതിനേക്കാളേറെ ആ കാര്യങ്ങൾക്ക് അറിയുന്നവർ, ആ രംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെയാണ് നിങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം അതിൻ്റെ പ്രകൃതി മനോഹരമായ ജനസിദ്ധമായ നൈസർഗികമായ എല്ലാ ഭ്രമഹവാദികളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥാപനങ്ങൾക്കുള്ള ഹരിത ശുചിത്വ സാക്ഷ്യപത്രങ്ങൾ ചടങ്ങിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു. കലക്ട്രേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ K. വിജയനും ജില്ലാ പോലീസ് ഓഫീസിനുള്ള സാക്ഷ്യപത്രം സിറ്റി അഡീഷണൽ പോലീസ് കമ്മീഷണർ KV വേണുഗോപാലും ജില്ലാ പഞ്ചായത്തിനുള്ള സാക്ഷ്യപത്രം സെക്രട്ടറി ഷൈനി സൂസനും ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ADM പത്മചന്ദ്രക്കുറുപ്പ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 5 ദിവസം പിന്നിട്ടു. 5ാം ദിവസത്തെ സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം N. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. കാടൻ ബാലകൃഷ്ണൻ, പന്ന്യൻ പവിത്രൻ, M. ഉണ്ണികൃഷ്ണൻ, C. ധീരജ് തുടങ്ങിയവർ സംസാരിച്ചു. നീക്കം ചെയ്തു എന്ന് പറയുന്ന മാലിന്യം തന്നെ അവിടെ കുഴിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ എടുത്തിട്ട് കൊണ്ടുപോയി ആ സ്ഥലം ലെവൽ ചെയ്യണമെന്നാണ് കരാർ. അതിനു പകരം അവിടെ അങ്ങിങ്ങായി ആ മാലിന്യം ഒരു സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് കുറച്ചപ്പുറത്ത് കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്നാണ് CAG റിപ്പോർട്ടിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നത്. എത്ര ഞെട്ടിപ്പിക്കുന്ന കൊടിയ അഴിമതിയാണ്
ഇതിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇത് CPM-ന്റെയോ LDF-ന്റെയോ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഒക്ടേവ് മ്യൂസിക് ക്ലബ് ഏർപ്പെടുത്തിയ CK പണിക്കർ ഭാഗവത സ്മാരക ഒക്ടേവ് കലാശ്രേഷ്ഠ പുരസ്കാരം പ്രമുഖ കഥകളി ആചാര്യൻ കാമ്പ്രത്ത് മാധവന് 10,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. മാർച്ച് 31-ന് ചെറുവത്തൂർ വ്യാപാര ഭവനിലുള്ള ഒക്ടേവ് മ്യൂസിക് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വത്സരാജ് പീരിക്കോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെയും കലാപരിപാടികളിലുമൊക്കെ ഒരുപാട് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഒക്ടേവ്. 3 വർഷമായിട്ട് ഒക്ടേവിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ പേരിലാണ്, CK പണിക്കർ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിലാണ് കൊടുക്കുന്നത്. ആദ്യം കൊടുത്തത് കൽമാടി സദാശിവാചാര്യ സംഗീത വിഭാഗത്തിലാണ് കൊടുത്തത്. അതിന് ശേഷമുള്ള കഴിഞ്ഞ തവണ കൊടുത്തത് നാടക നടൻ ബാലഗോപാലിനാണ്, ഉദിനൂർ ബാലഗോപാൽ. ഇപ്രാവശ്യം കൊടുക്കുന്നത് 7 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രശസ്തനായ കഥകളി ആചാര്യൻ ശ്രീ കാമ്പ്രത്ത് മാധവനാണ് കൊടുക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെ അനുമോദിക്കും. ഇതിനോടൊപ്പം ഒക്ടേവ് കലാകാരന്മാരുടെ കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, KP ലക്ഷ്മണൻ, സ്മിത വേളലോട്ട്, PN ബിജു, രാജു M നെടുങ്കണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പടക്ക വ്യാപാരത്തെ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടുന്ന തരത്തിലുള്ള ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിന് പോലീസ് കർശന നടപടി സ്വീകരിക്കണം. ഓൺലൈൻ വ്യാപാരം കാരണം കേരള സർക്കാരിന് കിട്ടേണ്ട GST വിഹിതം നഷ്ടപ്പെടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓൺലൈൻ പടക്ക വ്യാപാരം തടയണം, അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കണം, അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് സംഘടനയുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് അറിയാവുന്ന പോലെ പടക്ക വ്യാപാരം ഒരു സീസൺ ബിസിനസ്സാണ് പ്രധാനമായും. അപ്പം പ്രത്യേകിച്ച് മലബാറിൽ നമ്മുടെ ഈ വിഷു സമയത്താണ് ഏറ്റവും കൂടുതൽ പടക്കം കച്ചവടം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് സർക്കാർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഫീസൊക്കെ അടച്ച് എല്ലാതരം ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെയായി ഒട്ടനവധി പടക്ക വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിനൊക്കെ വലിയ ക്ഷീണം സംഭവിപ്പിച്ചുകൊണ്ട് പടക്കം ഓൺലൈൻ വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ആ ഓൺലൈനിലുള്ള പടക്ക വ്യാപാരം തടയണം എന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഓൺലൈൻ വ്യാപാരത്തെ മൊത്തത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം അനുകൂലിക്കുന്ന ഒരു സംവിധാനമല്ല. എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ പടക്ക വ്യാപാരികൾക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ നിയമം നടപ്പാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. 2018-ൽ സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ പടക്ക വ്യാപാരം നിർത്തലാക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണം. നിയമം ലംഘിച്ച് മറ്റു പാഴ്സലുകളുടെ കൂടെയാണ് പടക്കങ്ങൾ വാഹനങ്ങളിൽ അപകടകരമായി കൊണ്ടുവരുന്നത്. ശിവകാശിയിൽ നിന്നും ഓൺലൈനായി വ്യക്തികളിലേക്ക് എത്തിക്കുന്നത് വഴി കേരള സർക്കാരിന് കിട്ടേണ്ട GST വിഹിതം നഷ്ടപ്പെടുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ പ്രസിഡന്റ് PS പ്രകാശ്, ജില്ലാ ജനറൽ സെക്രട്ടറി EP സുമേഷ്, AV ഹരീഷ് കുമാർ, ടിൻഡോ ജേക്കബ്, ദിവ്യൻ രാജീവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം GHS ചട്ടുകപ്പാറയിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നിങ്ങളൊക്കെ ധരിക്കുന്നുണ്ടാവും, എന്തിനാണ് രക്ഷിതാക്കൾ നമ്മുടെ ഇത്രയധികം കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് ഇത്രയധികം വഴക്ക് പറയുന്നത്, അല്ല അധ്യാപകരെന്തിനാണ് നമ്മൾ ഇത്രയധികം വഴക്ക് പറയുന്നത്. ചില കുട്ടികൾ അഥവാ ഒരു വഴക്ക് പറഞ്ഞാൽ മറ്റു അക്രമത്തിലേക്കോ അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യാപകർക്കും ഈ രക്ഷിതാക്കൾക്കും ഈ സമൂഹത്തിനും നിങ്ങളോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശാസന അവർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ യാതൊരു തരത്തിലും വഴിതെറ്റാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു ചതിക്കുഴിയിലൊന്നും അകപ്പെടാൻ പാടില്ല എന്നുള്ളൊരു സ്നേഹം കൂടുതൽ കൊണ്ടാണ്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ നന്നാവാൻ വേണ്ടിയാണ് നമ്മുടെ അധ്യാപകരൊക്കെ ഇങ്ങനെ നമ്മളെ ശാസിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ശാസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കണം. PTA പ്രസിഡന്റ് കെ പ്രിയേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ AV ജയരാജൻ സ്വാഗതം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ MC ശശീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി KP ദീപ്തി, വികസന സമിതി ചെയർമാൻ K നാണു, രതി കണിയാര, P സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ പ്രദർശനവും അവതരണവും, സ്കിറ്റ്, നാടൻപാട്ട്, പ്രസംഗം, കവിതാവതരണം എന്നിവയും നടന്നു. SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാരം ടൗണിൽ യാത്രക്കാർക്കുള്ള ഇഫ്താർ ഖൈമ സംഘടിപ്പിച്ചു. ജില്ലാ ദഅവ പ്രസിഡന്റ് മുസമ്മിൽ ചൊവ്വ നേതൃത്വം നൽകി. SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 20ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള യാത്രക്കാർക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഇഫ്താർ ഖൈമകൾ കടന്നു വരികയാണ്. നോമ്പ് ആദ്യം മുതൽ തന്നെ അൽഹംദുലില്ലാ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളില്ല 20ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ഇഫ്താർ ഖൈമകൾ നടക്കുന്നതോടൊപ്പം സാന്ത്വന കേന്ദ്രം പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള SYSന്റെ സാന്ത്വന കേന്ദ്രത്തിൻ്റെ കീഴിൽ 800ഓളം വരുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും വിപുലമായ നോമ്പ് തുറയും അത്താഴ വിതരണവും ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മുഴുവൻ താലൂക്ക് ആശുപത്രികളിലേക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയുള്ള ഇഫ്താർ വിതരണവും അതോടൊപ്പം 60ഓളം വരുന്ന സർക്കിൾ തലങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ സമൂഹ നോമ്പ് തുറയും ഇഫ്താർ സംഗമങ്ങളും 500ഓളം വരുന്ന യൂണിറ്റുകളിൽ വിവിധ കാരുണ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ റമദാനിൻ്റെ ആദ്യം മുതൽ തന്നെ അലംബഹീനരെയും അശരണരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിയാത്രക്കാരായവർക്ക് നോമ്പ് തുറക്കാവശ്യമായ വെള്ളവും മറ്റ് അവശ്യ ഭക്ഷണ സാധനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് SYS ഇഫ്താർ ഖൈമ നടത്തുന്നത്. പെരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ SYS സാന്ത്വന കേന്ദ്രത്തിൻ്റെ കീഴിൽ 800ഓളം വരുന്നവർക്ക് നോമ്പ് തുറയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും അതിഥി തൊഴിലാളികൾക്കും ഇഫ്താർ വിരുന്ന് നൽകുന്നുണ്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതിനെല്ലാമുള്ള വിഭവങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. NP ബഷീർ, ത്വാഹ സഖാഫി, ത്വാഹ വാരം, സലാം വാരം, ഹാമിദ് അലി, ഷമീർ ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഞ്ചരക്കണ്ടി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കാവിൻമുല ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത 300-ൽ പരം കുടുംബാംഗങ്ങൾ ഇഫ്താറിൽ പങ്കെടുത്തു. ഇവിടെ സന്നിഹിതരായ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പർമാരെ, കുടുംബാംഗങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ ഇതുപോലെ പല പരിപാടികൾക്കും ഒത്തുചേരാറുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ പ്രത്യേകമായി ഒത്തുചേർന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സംഗമത്തിലാണ്. മുസ്ലിം മതവിശ്വാസികളായ ആളുകൾ വർഷത്തിലൊരു മാസം വ്രതമെടുക്കുന്ന ഒരു കാലയളവിനാണ് നമ്മൾ റമദാൻ അല്ലെങ്കിൽ റംസാൻ മാസം എന്നൊക്കെ പറയുക. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്തുള്ള മഞ്ഞച്ചാറത്ത് പറമ്പ് മൈതാനിയിലാണ് 5 സ്റ്റാർ പദവി ലഭിച്ച സ്നേഹതീരം റെസിഡന്റ് അസോസിയേഷൻ കാവിൻമൂലയുടെ നേതൃത്വത്തിൽ ഇഫ്താർ പാർട്ടി വിരുന്ന് നടന്നത്. അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത 300-ൽ പരം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. KC ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രിൻസിപ്പൽ TO ശശിധരൻ, ചക്കരക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡയറക്ടർ E സലാം മാസ്റ്റർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. മറ്റ് ഭാരവാഹികളായ DYSP K രവീന്ദ്രൻ, RTO ദിനേശൻ പുത്തലത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീലത, PV സുരേഷൻ, ജിഷ്ണു, മുൻ ഹെഡ്മാസ്റ്റർ സ്നേഹ, KC വിജയൻ, MB അബ്ദുൽ അസീസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പങ്കജ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. എടക്കാട് ഊർപ്പഴശ്ശിക്കാവ് UP സ്കൂളിൽ സമൂഹ നോമ്പ് തുറ നടന്നു. റമദാൻ സന്ദേശ സദസ്സ് നാറാണത്ത് പള്ളി ഖത്തീബ് മർസദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. നല്ലവരാവുക, ആദ്യം സ്നേഹിക്കാനും നല്ല മനസ്സുമുള്ളവരായി നമ്മൾ മാറുക.
മനുഷ്യത്വമുള്ളവരായി കൃത്യമായി നമ്മൾ മാറുക. അതിനു വേണ്ടിയാകട്ടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയാകട്ടെ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ, അതിനു വേണ്ടിയാകട്ടെ ഇങ്ങനെയുള്ള ഓരോ സംഗമങ്ങളും എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു സംഘം ഇവിടെ സംഘടിപ്പിച്ച സ്കൂൾ മാനേജ്മെന്റിനും ഇവിടെ കൂടിയ അധ്യാപകർക്കും എല്ലാം ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ കൂടിയ മക്കൾക്ക് നോമ്പെടുത്തവരുണ്ടാകാം. എൻ്റെ ക്ലാസ്സിൽ മദ്രസയിൽ ഇരിക്കുന്ന ധാരാളം മുഖങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നല്ല ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സമൂഹത്തിനിടക്ക് ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കലിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നല്ല നാളുകൾ സമ്മാനിക്കാനുള്ള ഒരു മുന്നൊരുക്കമാകട്ടെ ഇതൊക്കെയെന്ന് രക്ഷിതാക്കൾ, നാട്ടുകാർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന അധ്യാപിക KC സിന്ധു അധ്യക്ഷയായി. കോർപ്പറേഷൻ കൗൺസിലർ KV സവിത, PTA പ്രസിഡന്റ് MK രാജേഷ്, നടാൽ പള്ളി ഖത്തീബ് T ആബിദ്, ജനു ആയിച്ചാൻകണ്ടി, C ജീന എന്നിവർ സംസാരിച്ചു. കുറ്റ്യാട്ടൂർ നാടകസഭയുടെ നേതൃത്വത്തിൽ ലോക നാടക ദിനവും നാടകപ്രവർത്തകരുടെ സംഗമവും ചെറുവത്തലമുട്ട AKG സ്മാരക വായനശാല അങ്കണത്തിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MP ജനാർദ്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം വലിയ ഇഷ്ടമായിരുന്നു. നാടകത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കാതെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂളിലെത്തിയപ്പോൾ ഒരു ചിത്രം പൂർത്തിയായി. CN ജോസിന്റെ ഒരു നാടകം, അതിൽ എന്നെ കൂടി അഭിനയിപ്പിക്കാൻ വേണ്ടി ശ്രീകണ്ഠപുരം ഹൈസ്കൂളിലെ അധ്യാപകർ എന്നെയും കൂടെ വിളിച്ചു. പക്ഷേ എനിക്ക് ഒരു റോളും തരാതെ ഈ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചു. മലപ്പട്ടം അടിച്ചേരിയുള്ള നാരായണേട്ടൻ എന്നെക്കാളും അല്പം വയസ്സ് കൂടുതലുണ്ട്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണ് SSLC പരീക്ഷയെല്ലാം ഒരേ വർഷമാണ് പാസ്സായത്. അപ്പോൾ നാരായണേട്ടൻ അതിനകത്തെ ഒരു ചിത്രകാരനായിട്ട് അഭിനയിക്കുകയും ഞാൻ അദ്ദേഹത്തിന് നാടകത്തിലെ ഡയലോഗ് വായിച്ചു കൊടുക്കുകയും ചെയ്തൊരു അനുഭവം ആണ് നാടകത്തിന്റെ തുടക്കം. വായനശാല പ്രസിഡന്റ് M ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി നിജിലേഷ് പറമ്പൻ സ്വാഗതം പറഞ്ഞു. അശ്വതി മനോഹരൻ, സാന്ത്വന പ്രകാശ്, നാദമുരളി, A അശോകൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. K ഗണേഷ് കുമാർ, മുരളി കനിയാരത്ത്, ലിബിൻ നാരായണൻ, KV ആർദ്ര, PV ശ്രീജിനി, MP അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടക ഗാനാലാപനവും നടന്നു. തോട്ടടയിലെ ഓട്ടോ തൊഴിലാളി ചികിത്സാ സഹായം തേടുന്നു. ഗുരുതര കരൾ രോഗം ബാധിച്ച് ചികിത്സയെ തുടരുന്ന അജേഷാണ് കരൾ മാറ്റിവെക്കാൻ സഹായം തേടുന്നത്. ശസ്ത്രക്രിയക്ക് മാത്രം 40 ലക്ഷത്തോളം രൂപ ചിലവ് വരും. കരൾ രോഗത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അജേഷ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. പൂർണ്ണമായും പ്രവർത്തനരഹിതമായതിനാൽ കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയക്ക് മാത്രം ചുരുങ്ങിയത് 40 ലക്ഷം രൂപ വേണ്ടിവരും. ഭാര്യയും 4ഉം 12ഉം വയസ്സുമുള്ള 3 പെൺമക്കളും പ്രായമായ മാതാപിതാക്കളും അജേഷിനെ ആശ്രയിച്ചാണ് കഴിഞ്ഞുപോരുന്നത്. കണ്ണൂർ നഗരത്തിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന അച്ഛൻ ഏതാനും വർഷങ്ങളായി അസുഖബാധിതനായി കിടപ്പിലുമാണ്. ഈ സാഹചര്യത്തിൽ ഇത്രയും ഭാരിച്ച ചികിത്സാ ചെലവ് കുടുംബത്തിന് ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ഇതിനാൽ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് രാമചന്ദ്രൻ ഫർണപ്പള്ളി, MP K സുധാകരൻ, മുഖ്യ രക്ഷാധികാരികളും മറ്റ് ജനപ്രതിനിധികൾ രക്ഷാധികാരികളായും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ ചെയർമാനുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മാസപ്പടി കേസിലെ ഹൈക്കോടതി വിധി. മഴവിൽ സഖ്യത്തിന്റെ ആരോപണം തകർന്ന് തരിപ്പണമായെന്ന് MP ഗോവിന്ദൻ. തള്ളിയത് മാത്യു കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വിടി. സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം പാഴായിപ്പോയെന്നും പരിഹാസം. തളാപ്പിലെ ഓട്ടോ ഡ്രൈവർ സുധീന്ദ്രന്റെ പരാതി. ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് പരിഹാരം കാണുമെന്ന് മേയർ. പ്രതികരണം സിറ്റി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനാൽ.
ഓൺലൈൻ പടക്കങ്ങൾക്ക് കടിഞ്ഞാണിടണം. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. പടക്കങ്ങൾ എത്തുന്നത് മറ്റ് പാർസലുകൾക്കൊപ്പം. നഷ്ടമാവുന്നത് കേരള സർക്കാരിന് ലഭിക്കേണ്ട GST വിഹിതം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.